പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാത്രി 8:30-നാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മോദി രാജ്യത്തോട് സംസാരിക്കുന്നത്. സംവരണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ പ്രധാനമന്ത്രി വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈയൊരു വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ മോദി രാജ്യത്തോട് സംസാരിക്കാൻ പോകുന്നത്. 8:30-നാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുക. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ പാസ്സാക്കാൻ ശ്രമിച്ച വനിതാ ബില്ല് പരാജയപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ എന്താണ് ഉള്ളതെന്ന വലിയ രീതിയിലുള്ള നാടകീയത തന്നെയാണ് നിലവിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. കാരണം പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു അഭിസംബോധനയാണോ എന്നുള്ളതാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇന്ന് കൃത്യം 8:30-നാണ് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ വിമർശനങ്ങൾ ഉണ്ടാകുമോ, അതോടൊപ്പം തന്നെ പുതിയ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നെല്ലാം ലോകം നമ്മുടെ ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട് അത് പരാജയപ്പെടുമെന്ന് തുടക്കം മുതൽ തന്നെ ഈ ഭരണപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് തന്നെയാണ് അവസാനം സംഭവിച്ചത്. പിന്നീട് BJPയുടെ തീരുമാനമായിരുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു. വലിയ രീതിയിൽ അത് പ്രചരണം നടത്തി ജനങ്ങൾക്കിടയിൽ എത്തിച്ച് തമിഴ്നാടും അതോടൊപ്പം തന്നെ ബംഗാളിലുമെല്ലാം വിജയം കൊയ്യാമെന്ന രീതിയിലുള്ള ഒരു പ്രചരണം അവർ തുടക്കം മുതൽ തന്നെ ലക്ഷ്യമിട്ടിരുന്നു. അത്തരമൊരു പ്രചരണത്തിൻ്റെ ഭാഗമായാണോ ഇന്നൊരു മാധ്യമങ്ങളെ കാണുന്നത് ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്, അതോ പുതിയൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? നാം മുൻകാലങ്ങളിലെല്ലാം നരേന്ദ്രമോദിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ഇത്തരത്തിൽ വൈകുന്നേരങ്ങളിലെത്തി ഇത്തരം പ്രഖ്യാപനങ്ങൾ, നാടകീയമായി പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നമുക്ക് മുൻപ് തന്നെ പരിചയമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനമാണോ ഇന്നുണ്ടാകുന്നതെന്നാണ് നാമെല്ലാം കാത്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട 2 യോഗങ്ങളാണ് നടന്നിരിക്കുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര മന്ത്രിസഭയാണ്. ആ കേന്ദ്ര മന്ത്രിസഭയിലും പ്രതിപക്ഷത്തിനെതിരെ വലിയ വിമർശനമാണ് നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട് വനിതാ ബില്ലിനെ പ്രതിപക്ഷ പാർട്ടികൾ അട്ടിമറിച്ചു എന്ന രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നീട് രണ്ടാമതൊരു യോഗമുണ്ടായിരുന്നു സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആ യോഗത്തിലും നരേന്ദ്രമോദി ഈ വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ വനിതാ ബില്ലിനെ അട്ടിമറിച്ചു, വനിതകൾക്ക് വേണ്ടി സർക്കാർ കൂടെ നിന്നപ്പോൾ അതിനെ അട്ടിമറിക്കുന്നതായിരുന്നു ഇന്ത്യ മുന്നണി ചെയ്തതെന്ന വിമർശനം ഉണ്ടാകുന്നു. ആ വിമർശനം തന്നെയാണോ ചിലപ്പോൾ ഈ 8:30-നും രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും ചിലപ്പോൾ നരേന്ദ്രമോദി നടത്താനുള്ള സാധ്യതയുള്ളത്? എന്തായാലും തമിഴ്നാട്ടിലും ബംഗാളിലുമെല്ലാം BJP ഇത് വലിയ രീതിയിലുള്ള ഒരു ആശയ പ്രചരണ ആയുധമായി മാറ്റിയിട്ടുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് വനിതകൾക്കിടയിൽ ഈ വനിതകൾക്കെതിരാണ് പ്രതിപക്ഷ പാർട്ടികളെന്ന ഒരു പ്രചരണ ആയുധമാണ് ഇപ്പോൾ BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 23-നും 29-നുമാണ് ഇനി ബംഗാളിലും തമിഴ്നാട്ടിലെല്ലാം ഇലക്ഷൻ നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഈ പരാജയത്തെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയമാക്കി മാറ്റാനുള്ള ഒരു വലിയ നീക്കത്തിലേക്കാണ് BJP കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന 2029 തിരഞ്ഞെടുപ്പിൽ തന്നെ ഇത് നടപ്പിലാകുമോ, ഈ വനിതാ സംവരണം നടപ്പിലാകുമോ എന്നുള്ളതെല്ലാം നാം കാത്തിരുന്നു കാണേണ്ടതുണ്ട്. 2023 തന്നെ മറ്റൊരു വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. അതും വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടാണ്. അത് 543 മണ്ഡലങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള പ്രഖ്യാപനവും നാം ഇന്ന് കാത്തിരിക്കുന്നു. അത് പ്രതിപക്ഷ പാർട്ടികൾ തുടക്കം മുതൽ തന്നെ അതിനെ പിന്തുണച്ചിരുന്നു. 543 വനിതാ സംവരണം നടപ്പിലാക്കാം, പക്ഷേ 880 സീറ്റുകളായി 850 സീറ്റുകളായി വർദ്ധിപ്പിച്ച് ഈ സംവരണം നടപ്പിലാക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചത്. അപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് വഴങ്ങി BJP സർക്കാർ ഈ 543 വനിതാ സംവരണം ഉണ്ടാകുമെന്നൊരു പ്രഖ്യാപനം ഇന്ന് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നും ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. ശരി, വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ന് രാത്രി 8:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഈ ഒരു സംവരണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ പ്രധാനമന്ത്രി വ്യക്തമാക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.